നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ ഇലക്ഷൻ നടക്കുകയാണ്. ഇപ്പോഴും BLMR വോട്ടർ സ്ലിപ്പ് ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വോട്ട് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട്. വോട്ടർ ID കിട്ടാത്ത ആളുകൾ എന്തെല്ലാം രേഖകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കറിയാം, SIRമായി ബന്ധപ്പെട്ട SIR ഫോം വന്നതിന് ശേഷം ഒരുപാട് ആളുടെ വോട്ടുകൾ, ഒരു വീട്ടിൽ തന്നെ പല ആളുടെയും വോട്ടുകൾ പല ബൂത്തുകളിലാണ് ചിലപ്പോൾ ഉണ്ടായിരിക്കുക. ഭർത്താവിൻ്റെ വോട്ട് ഒരു ബൂത്തിലും ഭാര്യയുടെ വോട്ട് മറ്റൊരു ബൂത്തിലുമായ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒരു BLO വരുന്ന സമയത്ത് സ്ലിപ്പ് ലഭിച്ചിട്ടുണ്ടാകില്ല. മറ്റാൾക്ക് വോട്ടില്ലാന്ന് കരുതി നിങ്ങൾ വോട്ട് ചെയ്യാതിരിക്കരുത്. വോട്ടർ ID കാർഡുള്ള എല്ലാ ആളുകൾക്കും ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ വോട്ടർ ID കാർഡ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ബൂത്തിലാണ് വോട്ടെന്ന് അറിയാൻ സാധിക്കും. ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് കമൻറ്റ് ചെയ്താൽ ഇതിൻ്റെ ലിങ്ക് നമ്മൾ അയച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ ഒരു ബൂത്തിലെ മറ്റു ബൂത്തിലെ വോട്ടുകളാണെങ്കിൽ നിങ്ങൾ അവിടെ പോയി നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഏകദേശം ഒരു ബൂത്തിൽ 1000 വോട്ടർമാരാണ് ഉണ്ടാവുക. ചിലപ്പോൾ 1400, 1500 വോട്ടുകളുള്ള ബൂത്തുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ പുതിയൊരു ബൂത്ത് വരികയും ആ ബൂത്തിലേക്ക് കുറച്ചാളുടെ വോട്ട് അങ്ങോട്ട് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ രണ്ട് ബൂത്തിലായി വോട്ടുകൾ ചിലപ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അടുത്ത ഇലക്ഷനോട് കൂടി എന്തെല്ലാം ക്ലിയർ ആകുമെന്നാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നാട്ടിലുള്ള വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ ആളുകൾ നാളെ വോട്ടുകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്കറിയാം, SIRമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഒരുപാട് തവണ നടന്നിട്ടാണ് നമ്മുടെ വോട്ട് നമ്മുടെ പട്ടികയിൽ വന്നിട്ടുള്ളത്. അങ്ങനെ നിർബന്ധമായിട്ടും തന്നെ വോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് സ്ഥാനാർത്ഥിക്കാണോ വോട്ട് ചെയ്യുന്നത് ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ തന്നെ നാളെ നിങ്ങൾ നിർബന്ധമായിട്ടും വോട്ടർ ബൂത്തിലെത്തുക. അതുപോലെ തന്നെ ചില പുതിയ വോട്ടർമാർക്ക് ഇപ്പോൾ SIRന് ശേഷം നിലവിൽ വോട്ട് വന്ന ആളുകൾക്കൊന്നും ചിലപ്പോൾ വോട്ടർ ID കാർഡ് ലഭിച്ചിട്ടുണ്ടാകില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ വെബ്സൈറ്റിൽ നിന്നും ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്നും വോട്ടർ ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട്, ബാങ്ക് പാസ്ബുക്ക്, സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരുടെ ID കാർഡ് എന്നിങ്ങനെയുള്ള രേഖകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഏതെങ്കിലും രേഖ നിങ്ങളുടെ കൈവശം ഉണ്ടായാൽ മതി. വോട്ടർ ID കാർഡ് തന്നെ നിർബന്ധമാണെന്നില്ല. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.